നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പറയാത്ത ഒരു മണ്ഡലമാണിപ്പോൾ എ ക്ലാസ് മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയാണ്. അവിടെ പല കാരണങ്ങളാലാണ് ഇപ്പോൾ എ ക്ലാസ് മണ്ഡലമായി മാറുന്നത്. ഒന്ന്, 2019 തെരഞ്ഞെടുപ്പിൽ CPM കിട്ടിയ ഏക സീറ്റ്. അന്ന് ആരിഫ് ജയിക്കുന്നത് വെറും 10,400 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. രണ്ട്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡായ KC വേണുഗോപാൽ മത്സരിക്കുന്നു UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. മൂന്ന്, BJP സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്ര നേതൃത്വം ഇറക്കിയിരിക്കുന്നത് BJPയിലെ തീപ്പൊരിയായ ശോഭാ സുരേന്ദ്രനെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അവിടെ കളം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നുവോ അവിടെ കളം മാറും എന്നുള്ളതാണ്. ആരിഫ് വിചാരിച്ചത്, അല്ലെങ്കിൽ LDF കരുതിയത് വളരെ സുഖകരമായിട്ട് അങ്ങ് ജയിച്ചു കയറി പോകാം എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിങ്ങല്ലായി തീർന്നിരിക്കുകയാണ്. KC വേണുഗോപാല് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആലപ്പുഴയിലേക്ക് വന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ KC ഭയക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് KC വേണുഗോപാലും കേരളത്തിൽ CPMൻ്റെ ഏക ലോക്സഭാംഗം ആരിഫും BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനും പോരടിക്കുമ്പോൾ ഒന്നാം തരം ഉശിരൻ പോരാട്ടം തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. കേരള ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. CPM വിജയിച്ച 2019 ഏക സീറ്റ് ആലപ്പുഴയിൽ വിജയം തുടരേണ്ടത് പാർട്ടിയുടെയും മുന്നണിയുടെയും അനിവാര്യതയാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഉൾപ്പെട്ടതാണ് ആലപ്പുഴ മണ്ഡലം. 2009 മുതലാണ് കരുനാഗപ്പള്ളി ആലപ്പുഴയുടെ ഭാഗമായത്. ഏറെക്കാലം കയ്യിലിരുന്ന മണ്ഡലം ഇടതുമുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാളും മുൻ കേന്ദ്രമന്ത്രിയുമായ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. ആലപ്പുഴയിലെ മുൻ MP ആയ KC ആലപ്പുഴക്കാർക്ക് പ്രിയങ്കരനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് BJPക്കായി ആലപ്പുഴയിൽ മത്സരിച്ചത്. അദ്ദേഹം പിടിച്ച 2 ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ നിർണായകമായത്. 1% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് LDF ജയിച്ചു കയറിയത്. ഇത്തവണ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനും നല്ല രീതിയിൽ വോട്ടുകൾ സമാഹരിക്കും. ഇതിൻ്റെ ഗുണം ആർക്ക് ലഭിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. 2019 ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കിയ മുന്നേറ്റം മറ്റ് 2 മുന്നണികളെയും വിറപ്പിച്ചു എന്നുള്ളതാണ്. അന്ന് 2.5 ലക്ഷത്തിലധികം വോട്ട് ശോഭാ സുരേന്ദ്രന് നേടാൻ കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മണ്ണ് ഇളക്കിയിടുകയാണ് ചെയ്തത്. പാർട്ടിക്ക് അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണ് പിന്നീട് മുരളീധരൻ അവിടെ ആ സീറ്റിന് വേണ്ടി ബലം പിടിച്ചതും അവിടെ ഇറങ്ങിയതും. ഇനിയിപ്പോൾ ആലപ്പുഴയിലും അത്തരത്തിലൊരു അടിത്തറ ഉണ്ടാക്കി കഴിയുമ്പോൾ BJPയിലെ പലരും പിന്നീട് അവിടെ മത്സരിക്കും. സ്ഥാനാർത്ഥികളെല്ലാം വികസനം മുഖ്യ അജണ്ടയാക്കുന്നുണ്ട്. വർഗീയതയോടെ സന്ധിയില്ലെന്നും സുസ്ഥിര വികസനവും ജനക്ഷേമവുമാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ലക്ഷ്യമിടുന്നതെന്നുമാണ് KC വേണുഗോപാൽ പറയുന്നത്. CPMും BJPയും ഒരു കുടക്കീഴിലാണ് എന്നൊക്കെയാണ് എതിർപക്ഷം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ആലപ്പുഴ മാത്രമല്ല 20 സീറ്റും UDFന് നൽകി ജനം ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നാണ് KC വേണുഗോപാൽ കണക്ക് കൂട്ടുന്നത്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ ആലപ്പുഴയിൽ അല്പം വിയർക്കും KC വേണുഗോപാൽ. കാരണം ശോഭാ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് ഒരു വിജയസാധ്യത പോലെയുള്ള ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം.